തുടക്കക്കാരെല്ലാവരും കുറേ മിസ്റ്റേക്കുകൾ ചെയ്യാറുണ്ട് തുടക്കത്തിൽ. അപ്പോൾ ആ മിസ്റ്റേക്കുകൾ ഓരോന്നായിട്ട് ഞാനിവിടെ പറഞ്ഞു തരാം. ആ മിസ്റ്റേക്കുകൾ ചെയ്യാതിരിക്കുക കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. പ്രത്യേകിച്ച് തുടക്കക്കാരായിട്ടുള്ള യൂട്യൂബേഴ്സിനാണ് കൂടുതലും യൂസ്ഫുൾ ആയിരിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണും കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പൊ നമ്മൾ ഇപ്പോൾ 2026 എത്തി നിൽക്കുകയാണല്ലേ. അപ്പൊ 2026 കുറേ പേര് പുതിയതായിട്ട് ചാനൽ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ചാനൽ തുടങ്ങുമ്പോൾ കുറേ മിസ്റ്റേക്കുകൾ തുടക്കത്തിൽ വരുത്താറുണ്ട് അല്ലേ. അപ്പൊ ആ മിസ്റ്റേക്കുകൾ ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ആ മിസ്റ്റേക്കുകളൊന്നും വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ അവസാനം വരെയും കാണണം കേട്ടോ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കത്തുള്ളൂ. കാരണം ഞാനും തുടക്കത്തിൽ ഈ മിസ്റ്റേക്കുകളൊക്കെ ചെയ്തു വന്നതാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ മിസ്റ്റേക്കുകൾ എടുത്തു പറയാൻ പോകുന്നത്. അപ്പോൾ ഇപ്പൊ നിങ്ങൾ ഒരാൾ പുതിയതായിട്ട് ചാനൽ തുടങ്ങി എന്നിരിക്കട്ടെ. അപ്പോൾ തുടക്കത്തിൽ ചിലപ്പോൾ 20, 30, 40, 50 വ്യൂസ് ആയിരിക്കും ഉണ്ടാവുക അല്ലെ. ലോങ് വീഡിയോക്കാണ് കേട്ടോ ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ ഷോർട്സിന്റെ കാര്യത്തിലാവുമ്പോൾ 100, 200, 500, 1000 അങ്ങനെ 1500 അങ്ങനെ വ്യൂസ് വരാറുണ്ട്. അങ്ങനെ തന്നെ സ്റ്റക്കായി നിൽക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന കുറേ മിസ്റ്റേക്കുകൾ കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കും തോന്നും മറ്റുള്ളവരെ പോലെ എനിക്ക് വ്യൂസ് ഒന്നും ഇല്ലല്ലോ, എനിക്ക് നല്ല വ്യൂസ് വേണം, എന്റെ ചാനൽ പെട്ടെന്ന് മോണിറ്റൈസ്ഡ് ആക്കി എടുക്കണം എന്നൊക്കെ തോന്നാറുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ തന്നെ ഈ മിസ്റ്റേക്കുകളൊന്നും വരുത്താതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ നന്നായിട്ട് ഗ്രോത്ത് ആയിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും. നിങ്ങൾ ഈ മിസ്റ്റേക്കുകളൊക്കെ വരുത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ ഡൗൺ ആയിട്ട് പോകും കേട്ടോ. തീരെ വ്യൂസ് ഉണ്ടാവില്ല. അപ്പൊ തുടക്കക്കാരെല്ലാവരും കുറേ മിസ്റ്റേക്കുകൾ ചെയ്യാറുണ്ട് തുടക്കത്തിൽ. അപ്പോൾ ആ മിസ്റ്റേക്കുകൾ ഓരോന്നായിട്ട് ഞാനിവിടെ പറഞ്ഞു തരാം. ആ മിസ്റ്റേക്കുകൾ ചെയ്യാതിരിക്കുക കേട്ടോ. അപ്പൊ അതിന് മുമ്പായിട്ട് 2 കാര്യങ്ങൾ കൂടി പറയാനുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് 100ൽ കൂടുതൽ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ചേർത്ത് ഞാൻ പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. താല്പര്യമുള്ളവർ കാണുക കേട്ടോ. തുടക്കക്കാർക്കായിരിക്കും കൂടുതലും യൂസ്ഫുൾ ആയിരിക്കുക. ഓക്കെ. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും പിന്നെ ഹൈപ്പും കൂടി ചെയ്യുക കേട്ടോ. ഹൈപ്പ് എന്നത് പുതിയൊരു ഓപ്ഷനാണ്. അപ്പൊ ഹൈപ്പും കൂടി ചെയ്യുക. അപ്പൊ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. അപ്പൊ ആദ്യത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തീരെ വ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ചിലപ്പോഴല്ലേ. അപ്പൊ ചിലപ്പോൾ നമ്മുടെ എഡിറ്റിംഗിൽ എന്തെങ്കിലും പ്രോബ്ലം കൊണ്ടായിരിക്കാം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യും. അപ്ലോഡ് ചെയ്ത വീഡിയോ ഡിലീറ്റ് ചെയ്യും. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് വീണ്ടും അല്ലെങ്കിൽ അപ്പം തന്നെ വീണ്ടും അപ്ലോഡ് ചെയ്യും. അങ്ങനെ നമ്മൾ 1-2 വീഡിയോ ഒക്കെ ചിലപ്പോൾ ഒരു ദിവസം അപ്ലോഡ് ചെയ്ത് ഡിലീറ്റ് ചെയ്തു അങ്ങനെ മാറി മാറി ചെയ്തുകൊണ്ടേ ഇരിക്കും അല്ലെ. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ. ഞാനൊക്കെ ഇത് ചെയ്തതാണ് കേട്ടോ. കാരണം എനിക്ക് 10, 30, 40 വ്യൂസ് വരുമ്പോൾ നമ്മുടെ എന്തൊക്കെയോ മിസ്റ്റേക്ക് കൊണ്ടാണ് നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും നല്ലതല്ല എന്ന് പറഞ്ഞ് വീണ്ടും ഇങ്ങനെ ഡിലീറ്റ് ചെയ്തും അപ്ലോഡ് ചെയ്തും കളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കളിക്കുന്നവരാണെങ്കിൽ അങ്ങനെ കളിക്കാതിരിക്കുക. അപ്പോൾ ഒട്ടും വ്യൂസ് ഉണ്ടാകത്തില്ല കേട്ടോ. സാരമില്ല, നമ്മൾ ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ തുടക്കക്കാരാകുമ്പോൾ കുറച്ചേ വ്യൂസ് ഉണ്ടാകത്തുള്ളൂ. 20, 30, 40 നമ്മൾ ഡെയിലി വീഡിയോ അതേപോലെ ഇട്ട് വരുമ്പോൾ നമുക്ക് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ മറ്റുള്ളവർക്ക് നല്ല വ്യൂസ് ഉണ്ടല്ലോ, നമുക്ക് വ്യൂസ് കിട്ടുന്നില്ലല്ലോ എന്ന് നമ്മൾ വിചാരിച്ച് നമ്മുടെ മാനസികമായിട്ട് നമ്മൾ തകർന്നിട്ട് നമ്മൾ വീണ്ടും ഡിലീറ്റ് ചെയ്ത് അങ്ങനെ കളിക്കാറുണ്ട് അല്ലേ. ചിലപ്പോൾ അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഉള്ള വ്യൂസ് മതി. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂസും കാര്യങ്ങളും വരും. പിന്നെന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു ദിവസം 5 മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്തു, പിറ്റേ ദിവസവും 5 മണിക്ക് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യണം. അല്ലെങ്കിൽ 2 ദിവസത്തിൽ ഒരിക്കലാണെങ്കിൽ അങ്ങനെ ഏത് ടൈമിലാണോ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ആ ടൈമിൽ തന്നെ അപ്ലോഡ് ചെയ്ത് പോവുക. അല്ലെങ്കിൽ 1 വീക്കിൽ ഒരിക്കലാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഒരേ ടൈമിൽ 1 വീക്കിൽ ഒരിക്കൽ അപ്ലോഡ് ചെയ്യുക. അതാണ് കൺസിസ്റ്റൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അല്ലാതെ ഡെയിലി വീഡിയോ ഇടണം എന്നല്ല. അപ്പൊ നമ്മൾ എങ്ങനെയാണോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ആ രീതിയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് പോവുക. ഒരേ ടൈം കീപ്പ് ചെയ്തുകൊണ്ട് കേട്ടോ. അടുത്തതെന്ന് പറയുന്നത്, നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ നമ്മൾ തന്നെ കാണാതിരിക്കുക കേട്ടോ. നമ്മളെല്ലാ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് കാണാനുള്ളൊരു ടെൻഡൻസി തോന്നും യൂട്യൂബിലൂടെ. അല്ലാതെ തന്നെ നമ്മുടെ ഗാലറിയിൽ കിടക്കുന്നുണ്ടാവും, എങ്കിലും നമുക്ക് യൂട്യൂബിലൂടെ ഒന്ന് കാണാൻ തോന്നും അല്ലെ. അത് എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കാൻ തോന്നും. തുടക്കത്തിൽ അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. പക്ഷെ അതൊരു വ്യൂസ് ആയിട്ട് ആദ്യം കണക്കാക്കും. പിന്നീട് എൻഗേജ്ഡ് വ്യൂസ് ആയിട്ട് വരുമ്പോൾ നമ്മുടെ വ്യൂസ് കാൽക്കുലേറ്റ് ചെയ്യത്തില്ല കേട്ടോ. നമ്മൾ എത്ര തവണ കണ്ടാലും കാൽക്കുലേറ്റ് ചെയ്യത്തില്ല. ഇപ്പൊ നമ്മുടെ വൈഫൈ ഓൺ ചെയ്തിട്ട് മറ്റുള്ള ഫോണിലൂടെ കണ്ടാലും യൂട്യൂബിന് അറിയാൻ പറ്റും. അങ്ങനെ നിങ്ങൾ
ചെയ്യരുത് കേട്ടോ. അപ്പൊ നമ്മളിട്ട വീഡിയോ നമ്മൾ തന്നെ കാണാതിരിക്കുക. പിന്നെന്ന് പറയുന്നത് കാറ്റഗറിയാണ് കേട്ടോ. ആദ്യം തന്നെ ഒരു നല്ല കാറ്റഗറി സെലക്ട് ചെയ്യുക. ഇപ്പൊ കുക്കിംഗ് ആണെങ്കിൽ കുക്കിംഗ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഗാർഡനിങ് ആണെങ്കിൽ ഗാർഡനിങ് സെലക്ട് ചെയ്യുക. അല്ലാതെ നമ്മൾ കുറേ വീഡിയോസ് ഗാർഡനിങ് ഇട്ടു, അത് കഴിഞ്ഞിട്ട് കുറേ എന്താ പറയാ കുക്കിംഗ് ഇട്ടു, പിന്നെ വേറെ ടിപ്സ് ഇട്ടു, അങ്ങനെ മാറി കളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വ്യൂസ് കുത്തനെ താഴ്ന്നു പോകും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോയ്ക്ക് നല്ല വ്യൂസ് ഉണ്ടാവും ഏതെങ്കിലും കാറ്റഗറിയിൽ. അപ്പൊ നമ്മള് എന്താ പറയാ അത് തന്നെ ഇട്ടു പോകാന്ന് പറഞ്ഞിട്ട് അത്, അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വേറെ ഒന്നിടും. അപ്പോൾ അങ്ങനെ ചാടി കളിക്കാതിരിക്കുക. കാരണം നമ്മൾ പല കാറ്റഗറിയിൽ ഇടുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒന്ന് ക്ലിക്കായിട്ട് നല്ല വ്യൂസ് വരും ഒരു വീഡിയോയ്ക്ക്. പക്ഷെ അത് മാത്രം നമുക്ക് പോരാലോ. നല്ല നല്ല വ്യൂസ് എല്ലാ വീഡിയോയ്ക്കും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്യാഷ് ഒക്കെ കിട്ടത്തുള്ളൂ, അതേപോലെ വാച്ചവേഴ്സും വരത്തുള്ളൂ. അപ്പൊ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് മോണിറ്റൈസേഷന് മുന്നേ എന്താ പറയാ വാച്ചവേഴ്സ് ആണ് മെയിൻ, മോണിറ്റൈസേഷൻ കഴിഞ്ഞാൽ വ്യൂസ് ആണ് മെയിൻ. അപ്പൊ നമ്മൾ ഒരു കാറ്റഗറി മാത്രം തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ മാത്രം നമുക്ക് എന്താ പറയാ നല്ല വ്യൂസും കാര്യങ്ങളും വരത്തുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ എപ്പോഴെങ്കിലും ഒക്കെ നല്ല നല്ല വ്യൂസ് ഓരോ കാറ്റഗറിക്ക് വരും, അത് കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല. ഞാനും തുടക്കത്തിൽ പല കാറ്റഗറി വീഡിയോസ് ചെയ്ത ഒരാളാണ് കേട്ടോ. എൻ്റെ ബാക്കിലുള്ള വീഡിയോസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഞാൻ ടെക് പരമായിട്ടുള്ള വീഡിയോ മാത്രം ചെയ്യുന്നു, എനിക്കറിയുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഒരു കാറ്റഗറി തന്നെ തിരഞ്ഞെടുക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പല കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. എന്താണ് എഡ്യൂക്കേഷൻ കാറ്റഗറി, കുക്കിംഗ് കാറ്റഗറി, കോമഡി, എന്റർടൈൻമെന്റ്, അങ്ങനെ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് ഏതാണോ പറ്റുന്നത് അതിനനുസരിച്ച് നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് കുക്കിംഗ് മാത്രമാണ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കുക്കിംഗ് തന്നെ ആദ്യം തിരഞ്ഞെടുക്കുക. അല്ലാതെ കുറച്ച് കുക്കിംഗ് ഇട്ടു, പിന്നെ ഗാർഡനിങ് ഇട്ടു, പിന്നെ വ്ളോഗ് ഇട്ടു, അങ്ങനെ പോകാതെ ആദ്യം തന്നെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു കാറ്റഗറി തിരഞ്ഞെടുക്കുക. അതായിരിക്കും കൂടുതലും നല്ലത് കേട്ടോ. അപ്പൊ നമുക്ക് തുടക്കത്തിൽ ചിലപ്പോൾ വ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല. അപ്പൊ നമ്മൾ ഡെയിലി വീഡിയോ ഇട്ട് പോകുമ്പോൾ നമുക്ക് നല്ല വ്യൂസും കാര്യങ്ങളും വരും, ഉറപ്പായിട്ടും വരും കേട്ടോ. അപ്പൊ നിങ്ങൾ കാറ്റഗറി ശ്രദ്ധിച്ച് തിരഞ്ഞെടുക്കുക. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷം അതിനെ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാറുണ്ട് അല്ലേ. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യാതിരിക്കുക. അല്ലാതെ തന്നെ നമുക്ക് ഇപ്പൊ നമ്മൾ ആദ്യം വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യത്തില്ലേ, ഗാലറി കിടക്കൂലെ, അവിടെ നിന്ന് തന്നെ നമുക്ക് ഫേസ്ബുക്കിലേക്കും അതേ വീഡിയോ ഫേസ്ബുക്കിലേക്കും യൂട്യൂബിലേക്കൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ ഒന്നിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ എടുത്തിട്ട് എന്താ പറയാ വേറൊരു ആപ്പിലേക്ക് അപ്ലോഡ് ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ഗാലറിയിൽ നിന്ന് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഏതെങ്കിലും ഒന്നിലാണെങ്കിലും അപ്ലോഡ് ചെയ്ത വീഡിയോ നമ്മളെടുത്ത് വേറെ ഒന്നിലേക്ക് അപ്ലോഡ് ചെയ്യാതിരിക്കുക. അത് വലിയൊരു മിസ്റ്റേക്ക് ആണ് കേട്ടോ. അങ്ങനെ ചെയ്താലും നിങ്ങളുടെ വ്യൂസ് കുത്തനെ കുറഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ മിസ്റ്റേക്കുകളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ തിരുത്തുക കേട്ടോ. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാന്ന് വെച്ചാൽ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ.